വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നമുക്കെല്ലാം ഏറെ പ്രിയങ്കരിയായിട്ടുള്ള സഖാവ് ശൈലജ ടീച്ചർ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബഹുജനങ്ങൾ മാത്രമല്ല കേരളത്തിലാകെയുള്ള മലയാളികളാകെയും വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചർ വടകര മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നതാണ്. അത് പ്രതീക്ഷ മാത്രമല്ല, വിശ്വാസം മാത്രമല്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വടകരയിലെ ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിൽക്കുന്നവരോ ആരായാലും നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു കുപ്രചാരണം എന്നതിന് അപ്പുറത്ത് ഉപയോഗിക്കേണ്ടുന്ന ചില വാക്കുകളുണ്ട്. സ്ഥാനാർത്ഥികൾക്കെതിരെ സാധാരണ രീതിയിൽ വിമർശനമുണ്ടാകും, ചിലപ്പോൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കും, പരാതികൾ ഉന്നയിച്ചേക്കാം, പ്രസംഗത്തിൽ അതുപോലെ ചില കാര്യങ്ങളെല്ലാം വന്നേക്കാം. അത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ശൈലജ ടീച്ചർ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ 3 വനിതകളാണ് മത്സരിക്കുന്നത്. അതിൽ ശൈലജ ടീച്ചർ ഒരു വനിത എന്നുള്ള നിലക്കല്ല, പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രി കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏറ്റവും അധികം പ്രശസ്തി, പേരും പെരുമയും ശ്രദ്ധ നേടിയിട്ടുള്ള, അംഗീകാരം നേടിയിട്ടുള്ള, നമ്മളാകെ ഏറ്റവും ആകെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള ശൈലജ ടീച്ചർക്ക് വടകര മണ്ഡലത്തിൽ കൈവന്നിട്ടുള്ള സ്വീകാര്യത തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ചില ശ്രമങ്ങൾ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയാൻ എനിക്ക് സാധിച്ചിരുന്നു. ഞാനവിടെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബൃന്ദ കാരാട്ടിനോടൊപ്പം പോയപ്പോൾ കുറച്ച് സമയം ചെലവഴിച്ച സന്ദർഭത്തിൽ ശൈലജ ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ സൈബർ അറ്റാക്ക് വളരെ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് മുഴുവനായിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, വളരെ മോശമായ രീതിയിൽ അധിക്ഷേപങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇല്ല, പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു. അത് ശൈലജ ടീച്ചർ തന്നെ പത്രക്കാരോട് പറയുന്ന കാര്യം, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ സൈബർ അറ്റാക്ക് എന്നുള്ള നിലയിൽ അവർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടം വൃത്തികെട്ട, അങ്ങേറ്റം സംസ്കാരശൂന്യമായ, മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും തോന്നുന്ന, അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ആക്രമണം, വ്യക്തിഹത്യ ആക്രമണം എന്ന് പറയുന്നതിനേക്കാളേറെ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്നതിനെ ഇടയാക്കത്തക്ക വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഞാൻ ഇന്ന് രാവിലെയാണ് ആ വീഡിയോ കണ്ടത്. ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് പ്രതിഷേധാർഹം എന്ന് പറഞ്ഞാൽ പോരാ. ഈ വൃത്തികെട്ട, നീചമായ, നിന്ദ്യമായ ഈ പ്രവർത്തനത്തിൽ നിന്ന് അവർ പിന്തിരിയണം എന്ന് പറയുന്നതോടൊപ്പം അവിടെ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവാണ്. ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോരാ. ഇത്തരം ആക്രമണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെ തെറ്റാണെന്നും ഇത് ശരിയല്ലെന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി എൻ്റെ പേരും വെച്ച്, എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന വനിതയായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഭരണനിർവഹണ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഏറ്റവും ക്ലീൻ ഇമേജുള്ള ശൈലജ ടീച്ചർക്കെതിരെ ഈ രീതിയിൽ നിങ്ങൾ ആക്രമണം നടത്തരുത്. രാഷ്ട്രീയമായും മറ്റു തരത്തിലുമുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും വിമർശിക്കാം.
പക്ഷേ ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള ആർജവം ആ ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി കാണിക്കണ്ടേ?